ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. आज सुबह के मनन के लिए लूका रचित सुसमाचार उसका 19वां अध्याय അതിന്റെ 29 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നാം ശബ്ദം ഉയർത്തി വായിക്കുകയാണ്. उसके आगे की आयतों को हम पढ़ेंगे. लूका 19ന്റെ 29 മുതൽ लूका 19 उसके 21 से लेकर. ഒലിവുമലി അരികെ ബെത്ഫാഗയ്ക്കും ബഥാന്യയ്ക്കും സമീപിച്ചപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന് പറവീൻ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. आशीषित परमेश्वर के वचन के लिए प्रभु का धन्यवाद करता हूं. നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. और आज सुबह के समय इस विषय पर हम मनन करेगा कि प्रभु को इससे जरूरत है. നമുക്ക് സകല കാര്യത്തിനും കർത്താവിനെ ആവശ്യമുള്ളതുപോലെ കർത്താവിന് നമ്മളെയും കർത്താവിന്റെ ചില കാര്യപരിപാടിക്കായി ആവശ്യമുണ്ടെന്ന് പ്രാരംഭമായി ഞാൻ ദൈവമക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. हमें जिस प्रकार परमेश्वर से जरूरत है उसी प्रकार परमेश्वर कुछ बातों के लिए हमारी जरूरत को भी रखता है. ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം തന്റെ സൃഷ്ടികളിലൂടെയാണ്. परमेश्वर के सारे काम उनके सृष्टि के द्वारा होता. ദൂതന്മാരെ ഉപയോഗിക്കും, स्वर्गदूतों को इस्तेमाल करते हैं, പക്ഷികളെ ഉപയോഗിക്കും, पक्षियों का इस्तेमाल करते हैं, മൃഗങ്ങളെ ഉപയോഗിക്കും, जानवरों का इस्तेमाल करते हैं, മനുഷ്യരെ ഉപയോഗിക്കും, इंसानों का इस्तेमाल करते हैं. മനുഷ്യരെ ഉപമ പാഠം ബുദ്ധിപദേശം പഠിപ്പിക്കാൻ ഉറുമ്പ്, പല്ലി, വെട്ടിക്കിളി മുഴുവൻ ഈ വക ചെറുതും വലുതുമായ ജീവികളെ ദൈവം ഉപയോഗിക്കും. और दृष्टांतों के द्वारा, कहानियों के द्वारा इंसानों को सीख देने के लिए विभिन्न प्रकार के जानवरों का इस्तेमाल करते हैं, चींटी हो या फिर इत्यादि प्रकार के जानवर हो. ഒരു കഴുതയുടെ വാ തുറന്ന് കഴുതയിൽ കൂടെ ദൈവം സംസാരിച്ചു പ്രവാചകനായ ബിലയാമിനോട്. और भविष्यवक्ता बिलेआम से पुराने नियम में हम पढ़ते हैं कि एक गधे के द्वारा परमेश्वर ने बात की. പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുക്കുവാൻ ഒരു കഴുതയുടെ വായിൽ കൂടെ ദൈവത്തിന്റെ ആലോചന പ്രവാചകനെ അറിയിച്ചു. और उस भविष्यवक्ता की मूर्खता को खोलने के लिए और उसे समझाने के लिए एक गधे का मुंह खोलकर परमेश्वर उसे बात किया. വരുമ്പോൾ ഒരു കഴുതയെ കണ്ടിട്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അതിനെ അഴിച്ചു കൊണ്ടുവരിക. അതിനെ അഴിക്കുന്നത് എന്തിനാണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവരോട് പറവീൻ എന്ന് പറഞ്ഞു. और यहाँ पर हम पढ़ते हैं, गधी के बच्चे को ले आने के लिए यीशु मसीह अपने चेलों को आदेश देता है कि वो दूसरे गांव में जाए, वहां पर वो गधी का बच्चा बंधा हुआ पाएगा, उसे खोल कर लेकर आना और यदि कोई सवाल करे तो ये जवाब देना कि प्रभु को इसका इस्तेमाल करना है, जरूरत है. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കാലത്ത് ഈ കൃപയിൽ വരുന്നതിന് മുൻപേ, ഈ വിശ്വാസത്തിൽ ഈ രക്ഷയിൽ വരുന്നതിന് മുൻപേ നാം ഓരോരുത്തരും ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ, ഒരു സ്വഭാവം കൊണ്ടല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം കൊണ്ട്, ഒരു പ്രകൃതി കൊണ്ടല്ലെങ്കിൽ മറ്റൊരു പ്രകൃതി കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തി കൊണ്ട് ഈ കഴുതയ്ക്ക് സമമായി, ഈ കഴുതയ്ക്ക് തുല്യമായി നാം ജീവിച്ച ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. और हम विश्वास और उद्धार में आने से पहले एक ऐसा समय रहा जहां पर हम अपने पापों में ही, हमारे सोच विचारों में ही, हमारे अधर्म में हम फंसे हुए थे, बंधे पड़े हुए थे. ആ കാലത്ത് ആ സ്ഥിതിയിലായിരുന്ന നമ്മളെ കരുണാസമ്പന്നനായ ദൈവം തന്റെ ഉദ്ദേശം, തന്റെ ആഗ്രഹം നമ്മിലൂടെ ചെയ്യാനുള്ള, നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള തന്റെ സ്വർഗീയ പദ്ധതി നമ്മിലൂടെ നിവർത്തിക്കാൻ, നടപ്പിലാക്കാൻ നമ്മളായിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന്, ജീവിത രീതിയിൽ നിന്ന്, സ്വഭാവത്തിൽ നിന്ന് നമ്മളെ കഴുതയുടെ കെട്ടഴിച്ച് വിടുവിച്ചതുപോലെ നമ്മുടെ കെട്ടഴിച്ച് നമ്മളെ വിടുവിച്ച കർത്താവിന്റെ കരുണയോർത്ത് ബന്ധനം അഴിഞ്ഞ് കൃപയിൽ വന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം.
और परमेश्वर की Praise the मर्जी को Lord. हमारे जीवन में पूरा करने के लिए, उनके दर्शन हमारे जीवन से पूरा होने के लिए, हम जहां बंधे हुए थे, जो पाप में फंसे हुए थे, उस रस्सी को खोलकर हमें आजाद करते हुए मसीह के पास इसीलिए ले आया कि उनकी इच्छा हमारे जीवन से पूरा होता रहे। യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് യേശു വന്നിരിക്കുമ്പോൾ യേശു ഒടുവിലായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാ മധ്യത്തിൽ ബെഥാന്യയ്ക്കും ബെത്ഫാഗയ്ക്കും മധ്യത്തിൽ ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചിട്ട് പറയുന്നു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. അവിടെ ചെല്ലുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചു കൊണ്ടുവരണം. അതിനെ അഴിക്കുന്നത് എന്തിനാന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. यीशु मसीह अपने सामूहिक सेवकाई, इस पृथ्वी की सेवकाई के अंत में जब आप पहुंच रहे थे, वे बेथेगा और बेथनिया नामक जगह के पास आप पहुंचे और वहां पहुंचने के बाद अपने चेलों को यह आदेश देता है कि सामने एक गांव है, वहां की ओर चले जाना, वहां पर गिद्धी के बच्चे को आजाद करते हुए मेरे पास लेकर आना, और यदि कोई सवाल करे कि इसे क्यों मुक्त कर रहे हो, तो कहना कि परमेश्वर प्रभु यीशु को इससे प्रयोजन है। നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ. तुम्हारे खिलाफ जो गांव है उसके पास जाना। ഈ വാക്കിന് പല അർത്ഥമുണ്ട്. और इसका काफी सारा अर्थ है, ഒന്ന് മാത്രം ചിന്തിക്കുകയാണ്. केवल एक मैं आपको बताना ഈ चाहता हूँ। ഗ്രാമം അവർക്കെതിരെയുള്ളതാണ്. उनके सामने जो गांव है ഈ ഗ്രാമവാസികൾ അവർക്കെതിരെയുള്ളതാണ്. और ये गांव वाले उनके सामने है, അതുകൊണ്ടാണ് അവർ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇത് അഴിക്കുന്നത് എന്തിനാണ്? और इसीलिए वे सवाल करते हैं कि इसको क्यों खोल रहे हैं, क्योंकि शायद इनके खिलाफ वे थे। അവിടുന്ന് ചോദ്യം വരുന്ന ഗ്രാമമാണ്. वहां से सवाल आने वाला गांव है, എതിർപ്പുയരുന്ന ഗ്രാമമാണ്. और वहां से रुकावट निकल कर आने वाली गांव है, തടസ്സങ്ങൾ വരുന്ന ഒരു ഗ്രാമമാണ്. और वहां पर रुकावट खड़ी होती है। ബന്ധിക്കപ്പെടുന്ന അഴിച്ചുവിടാൻ സമ്മതിക്കാത്ത ഒരു ഗ്രാമമാണ്. बंदियों को आजाद करने से रोकने वाली गांव है, മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ ഒക്കാത്ത ഗ്രാമമാണ്. और इंसान कुछ भी नहीं कर सकते हैं, ऐसा एक गांव है। മാനുഷിക ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് മാനുഷിക നിലയിൽ ഒന്നും ചെയ്തെടുക്കാൻ സാധിക്കാത്ത എതിരെ നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. और इंसान की बुद्धि के अनुसार कुछ भी ना करने लायक एक गांव में ये चेले आ पहुंचे हैं। ആ ചോദ്യം അവിടുന്ന് തടസ്സം അവിടെ നിന്ന് വരുമെന്നറിയാവുന്ന കർത്താവ് അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത്, അവര് ചോദിച്ചാൽ പറയണം, എന്തിനാ ഇതിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയണം, ചോദ്യം അവിടുന്ന് വരും. और क्योंकि यीशु मसीह जानते थे कि इस प्रकार का सवाल वहां से होगा, यीशु पहले ही उन्हें ये आदेश दे दिया कि इस प्रकार का सवाल यदि आए तो तुम्हें ये जवाब देना है। ശുശ്രൂഷയ്ക്കെതിരെ അവിടുന്ന് വരും. सेवकाई के खिलाफ सवाल आएगा, വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക്, ബന്ധനം അഴിക്കുന്ന ശുശ്രൂഷയ്ക്ക്, കെട്ടുകൾ അഴിക്കുന്ന ശുശ്രൂഷയ്ക്ക് തടസ്സം അവിടെ നിന്ന് വരും. आजादी की सेवकाई के लिए, छुटकारा की सेवकाई के खिलाफ सवाल उठेंगे। ദൈവത്തിനുള്ളതിനെ വിട്ടയക്കാതെ തടസ്സം ചെയ്ത് കെട്ടിയിടുന്ന മനോഭാവം അവിടെ നിന്ന് ഉയർന്നു വരും. और परमेश्वर को जो चाहिए उन्हें आजाद ना करते हुए बांध कर रखने वाली प्रक्रिया वहां पर चलेगी, അങ്ങനെ എതിരെയുള്ള ഒരു ഗ്രാമമാണത്. और ऐसा खिलाफ रुकने वाला एक गांव वहां पर है, ആരാധനയ്ക്കെതിരെ നിൽക്കുന്ന ഗ്രാമം, आराधना के खिलाफ खड़ा होने वाली गांव, ദൈവപ്രവൃത്തിക്കെതിരെ നിൽക്കുന്ന ഗ്രാമം, परमेश्वर के सेवा के खिलाफ खड़े होने वाली गांव, ജീവിതങ്ങളെ വിട്ടയക്കാതെ എതിരെ നിൽക്കുന്ന ഗ്രാമം, लोगों को आजाद ना करते हुए उन्हें बंधन में डालने वाला गांव, ജീവിക്കേണ്ടതിനെ കൊല്ലുവാൻ കെട്ടിയിടുന്ന ഗ്രാമം, और जिनको जीना चाहिए उन्हें मृत्यु के लिए बांध कर रखने वाला गांव। ശിഷ്യന്മാരുടെ സ്വന്തം കഴിവ് കൊണ്ട്, ശക്തി കൊണ്ട് അവിടെ ഒന്നും സാധിക്കയില്ല. चेलों के अपने सामर्थ्य से उनसे कुछ नहीं होगा, അതുകൊണ്ട് യേശു പറയുന്നത്, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് നിങ്ങൾ പറയണം. और इसलिए आप लोग ये कहे कि प्रभु को इनसे जरूरत है। അവിടെ ചെന്ന് എതിര് വരുമ്പോ, തടസ്സം വരുമ്പോ, പോരാട്ടം വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട, ഉച്ചരിക്കേണ്ട ഒറ്റ നാമമേ ഉള്ളൂ, കർത്താവിന്റെ നാമം. और जब आप रुकावटों के और विरोध का सामना करोगे तो मैं केवल एक नाम का इस्तेमाल करना है, वो है यीशु नाम। കർത്താവ് പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. यीशु कहा इसीलिए हम आए, കർത്താവ് അയച്ചിട്ടാ ഞങ്ങൾ വന്നത്. प्रभु भेजे इसीलिए हम आए, കർത്താവ് പറഞ്ഞിട്ടാ ഇതിനകത്ത് അഴിക്കുന്നത്. प्रभु बोले इसीलिए हम ये खोल रहे हैं, കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. और प्रभु को इसका जरूरत है, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ കർത്താവിനടുത്ത് കൊണ്ടുവന്നേ മതിയാത്തുള്ളൂ. और इसीलिए प्रभु के पास लेकर आना जरूरी है। ഞങ്ങളെ അയച്ച
അയച്ചവന്റെ ഇഷ്ടം ചെയ്തേ സാധിക്കത്തുള്ളൂ. और जिन्होंने हमें भेजा उनका इच्छा हमें पूरा करना है. കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവിടെ വല്ലതും സാധിക്കുകയുള്ളൂ. और प्रभु ने कहा इस प्रकार वचन कहने पर ही वहां पर कुछ आजादी का काम होगा. കർത്താവിന്റെ നാമത്തിൽ മാത്രമേ ശത്രു അടങ്ങത്തുള്ളൂ. और केवल प्रभु यीशु मसीह के नाम में ही शैतान रुकेगा. കർത്താവിന്റെ നാമത്തിൽ മാത്രമേ എതിരാളി അടങ്ങത്തുള്ളൂ. और केवल परमेश्वर यीशु मसीह के नाम में ही शैतान थम जाएगा. കർത്താവിന്റെ നാമത്തിൽ മാത്രമേ തടസ്സങ്ങൾ നീങ്ങത്തുള്ളൂ. रुकावट केवल यीशु मसीह के नाम से हटेगा. കർത്താവിന്റെ നാമത്തിൽ മാത്രമേ ബന്ധനം അഴിയത്തുള്ളൂ. और बंधन केवल यीशु मसीह के नाम से खुलेगा. കർത്താവിന്റെ നാമത്തിൽ മാത്രമേ മരണത്തിന് വിധിക്കപ്പെട്ടത് ജീവനിലേക്ക് വരുത്തുള്ളൂ. और केवल यीशु मसीह के नाम में ही जो मृत्यु के लिए लिखे गए थे वे जीवन में प्रवेश करेंगे. കർത്താവിന്റെ നാമത്തിൽ മാത്രമേ അയച്ച ഉദ്ദേശം സാധിക്കത്തുള്ളൂ. और केवल यीशु मसीह के नाम में ही परमेश्वर ने जो भेजा है उसका मकसद पूरा होगा. വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ മാത്രമേ, കർത്താവിന്റെ നാമത്തിൽ മാത്രമേ വല്ലതും സാധിക്കത്തുള്ളൂ. और मैं आज जो वचन सुन रहे हैं उनसे ये कहना चाहता हूँ कि केवल यीशु मसीह के नाम से कुछ होगा. വർഷങ്ങളായി കെട്ടിയിരിക്കുന്ന കെട്ട് കർത്താവിന്റെ നാമത്തിൽ അഴിക്കേണ്ട സമയം ഇത് തന്നെയാണ്. और सालों साल जो बांध आपके जीवन में पड़ा हुआ है उसे खोलने का समय यही है. നിനക്കുള്ളതിനെ, आपके पास जो है കുടുംബത്തിലുള്ളതിനെ, तुम्हारे परिवार का, രക്തത്തിലുള്ളതിനെ, तुम्हारे लहू का, നിന്റെ കൂട്ടത്തിൽപ്പെട്ടതിനെ, तुम्हारे सामने जो है നിന്റെ കുലത്തിൽ വർഗത്തിൽപ്പെട്ടതിനെ तुम्हारे कुल, तुम्हारे गोत्र का, ശത്രു കെട്ടിയിരിക്കുന്നെങ്കിൽ, यदि शैतान ने उसे बांधा है, പിശാച് കെട്ടിയിരിക്കുന്നെങ്കിൽ, शैतान ने बांधा है, പാപം കെട്ടിയിരിക്കുന്നെങ്കിൽ, आपने बांधा है, പാരമ്പര്യം കെട്ടിയിരിക്കുന്നെങ്കിൽ, परंपराओं ने बांधा है, അന്ധകാര ശക്തികൾ കെട്ടിയിരിക്കുന്നെങ്കിൽ, अंधकार की सामतों ने उसे बांधा है, तो ആത്മാവതിനെ ബന്ധിച്ചിരിക്കുന്നെങ്കിൽ, बीमारियों की आत्मा ने उसे बांधा है, तो യേശുവിന്റെ നാമത്തിൽ പറയുന്നു, इस मसीह के नाम से मैं कहता हूँ ഒരു കാര്യം അസാധ്യമല്ല. तुमसे कुछ असंभव नहीं. കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവവൈതല, प्रभु से बुलाए गए लोग हो, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈതല, प्रभु से चुने गए लोग हो, കർത്താവിനാൽ അയക്കപ്പെട്ട ദൈവവൈതല, प्रभु से भेजे गए लोग हो, കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട ദൈവവൈതല, प्रभु के द्वारा परमेश्वर ने भेजा है. അഭിഷേകം ചെയ്യപ്പെട്ട ദൈവവൈതല. अभिषेक तुम्हारे ऊपर है. സ്വർഗത്തിന്റെ ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അധികാരമുള്ളവന്റെ നാമത്തിൽ और स्वर्ग और पृथ्वी पर सारा अधिकार मेरे पास है, इस प्रकार कहने वाले का नाम तुम्हारे साथ है. കെട്ടുകൾ അഴിക്കുക, आज सुबह के समय तुम्हारे बंधन खुल जाए. യേശുവിനെ അഴിച്ചുവിടുക. जो बंधन में है वे आजाद हो जाए. കുടുംബത്തിൽ നടക്കട്ടെ, वो तुम्हारे परिवार में होने पाए, സന്താനങ്ങളിൽ നടക്കട്ടെ, संतानों में होने पाए, ആത്മീയ വശത്ത് നടക്കട്ടെ, आत्मिक जीवन में होने पाए, ഭൗതിക വിഷയത്തിന്മേൽ നടക്കട്ടെ, भौतिक जीवन में होने पाए, നിന്റെ ഭാവി വിഷയത്തിന്മേൽ നടക്കട്ടെ, भविष्य में होने पाए, നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിന്മേൽ നടക്കട്ടെ, परिवार पर होने पाए, നിന്റെ തൊഴിൽ വിഷയത്തിന്മേൽ നടക്കട്ടെ, तुम्हारे नौकरी पर होने पाए, വിവാഹ വിഷയത്തിന്മേൽ നടക്കട്ടെ, शादी की समस्याओं पर होने पाए, തലമുറ വിഷയത്തിന്മേൽ സാധിക്കട്ടെ, संतान की समस्याओं पर होने पाए, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, परिवारों में होने पाए, രക്തബന്ധങ്ങളിൽ സംഭവിക്കട്ടെ. रिश्तेदारों में होने पाए. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാണ്. यीशु मसीह के नाम से हम आजाद करते हैं. കെട്ടുകളെ പൊട്ടിക്കുകയാണ്. यीशु मसीह के नाम से हम बांध को खोलते हैं. അവരിൽ വ്യാപരിക്കുന്ന विश्वास करने वालों में ദൈവശക്തിയുടെ വ്യാപരത്താൽ परमेश्वर का सामर्थ, സാത്താൻ ബന്ധിച്ചിരിക്കുന്നത് शैतान ने जो बांधा है ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. अब आजाद हो जाए. രോഗാത്മാവ് ബന്ധിച്ചിരിക്കുന്നത് जो बीमारियों ने बांधा है ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. अब आजाद हो जाए. കോവിഡ് രോഗശക്തിയാൽ कोविड की बीमारी ബന്ധിക്കപ്പെട്ടത് जो बांधे गए हैं കർത്താവിന്റെ നാമത്തിൽ यीशु मसीह के नाम से ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. अब आजाद हो जाए. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. यीशु मसीह के नाम से आजाद हो जाए. ഭീതിയും ഭയവും പിടിച്ച് डर और भय में സ്വസ്ഥത നഷ്ടപ്പെട്ട് शांति को भ्रम करते हुए നഷ്ടപ്പെട്ട नींद खोकर ജീവിതങ്ങളുടെ അവസ്ഥയില് जीवनों की अवस्था में ഭീതിയും ഭയവും മാറി डर और भय हटकर സ്വസ്ഥതയും സമാധാനം ഉണ്ടായി. शांति महसूस करते हुए യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. उन्हें आराम और नींद मिलने पाए. പ്രായങ്ങൾ വയസ്സുകൾ അനവധി കഴിഞ്ഞിട്ടു बहुत साल गुजरने के बावजूद ഭാവി ജീവിതത്തെ ബന്ധിച്ച് भविष्य को बांध में रखकर ഒരു തുണ വരാതെ साथी ना मिलकर വിവാഹഗീതം കേൾക്കാൻ അനുവദിക്കാതെ शादी की गीत को ना सुनने के लिए ना देते हुए മക്കളുടെ लड़कों का लड़कियों का ഭാവി ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന भविष्य को बांध कर रखने वाला ജീവിതത്തെ ബന്ധിച്ചിരിക്കുന്ന
उनके शादी को बांध कर रखने वाला, ആളുകളെ കുടുംബങ്ങളെ കടത്തിവിടാതെ തടഞ്ഞ് എതിരെ നിൽക്കുന്ന उनके लिए साथी ना भेजकर बांध कर रखा हुआ, ഗ്രാമങ്ങളുടെ കയ്യിൽ നിന്ന് कुछ गांव के बंधन से, പട്ടണങ്ങളുടെ കയ്യിൽ നിന്ന് कुछ नगरों के हाथ से, ദേശങ്ങളുടെ കയ്യിൽ നിന്ന് देश के हाथ से യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. यीशु मसीह के नाम से आज्ञा देता हूँ, ദൈവജനത്തിന് തലമുറയ്ക്ക് അവകാശപ്പെട്ടത് കടന്നു വരട്ടെ. प्रभु के लोगों के लिए जो है वो उनके पास आने पाए, ദൈവജനത്തിന് തലമുറകൾക്ക് ചേരേണ്ടത് കടന്നു വരട്ടെ. जो प्रभु के लोगों के लिए है वो उनके हाथ लगने पाए, യേശുവിൻ നാമത്തിൽ സംഭവിക്കുകയാണ്. यीशु मसीह के नाम से ये होने पाए। കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. प्रभु को इससे जरूरत है। വല്ലതും സാധിക്കുന്നെങ്കിൽ കർത്താവിനാൽ മാത്രമേ ഉള്ളൂ. यदि कुछ हो सकता है तो केवल प्रभु यीशु मसीह के नाम से। കാറ്റടങ്ങുന്നെങ്കിൽ, यदि तूफान शांत होता है, അടങ്ങുന്നെങ്കിൽ, आंधी थमता है तो, തിരമാല അടങ്ങുന്നെങ്കിൽ, लहरें रुकते हैं तो, ശത്രു കീഴടങ്ങുന്നെങ്കിൽ, शैतान रुकता है तो, സർപ്പങ്ങള് പാമ്പുകള് തേളുകള് കീഴടങ്ങുന്നെങ്കിൽ, यदि सांप और बिच्छू शांत होते हैं तो, മരണകരമായ ശക്തികൾ കീഴടങ്ങുന്നെങ്കിൽ, मृत्यु की सामर्थ्य थमता है तो, രോഗാത്മാവും പകർച്ചവ്യാധിയും മഹാമാരിയുടെ അതിന്റെ അണുക്കളും കീഴടങ്ങുന്നെങ്കിൽ, बीमारी और उसके कीटाणु थमते हैं तो, കർത്താവിന്റെ നാമത്തിൽ മാത്രമാണ്. केवल यीशु मसीह के नाम से। കാരണം ഗ്രാമം നിനക്കെതിരാണ്, क्योंकि गांव तुम्हारे खिलाफ है, പട്ടണം നിനക്കെതിരാണ്, ये नगर तुम्हारे खिलाफ है, ദേശം നിനക്കെതിരാണ്, ये देश तुम्हारे खिलाफ है, രാജ്യം നിനക്കെതിരാണ്, ये देश तुम्हारे खिलाफ है, ദേശവാസി നിനക്കെതിരാണ്, देशवासी तुम्हारे खिलाफ है, മഹാമാരി നിനക്കെതിരാണ്, महामारी तुम्हारे खिलाफ है, രോഗാത്മാവ് ശക്തികൾ നിനക്കെതിരാണ്, और ये बीमारी और महामारी तुम्हारे खिलाफ है, കാറ്റുകളെല്ലാം നിനക്കെതിരാണ്. आंधी तूफान तुम्हारे खिलाफ है। ഇവിടെ വല്ലതും നടക്കണമെങ്കിൽ, यदि यहाँ पर कुछ होना है तो, വല്ലതും സാധിക്കണമെങ്കിൽ कुछ होना है तो കർത്താവിന്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. केवल प्रभु यीशु मसीह के नाम से। യോഹന്നാൻ 15 യേശു പറഞ്ഞു, यूहन्ना 15 में यीशु कहता, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല, तुम मेरे बजाय कुछ नहीं कर पाओगे, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. मुझे छोड़कर कुछ नहीं कर ഞാൻ पाओगे। എന്റെ കുഞ്ഞുങ്ങൾ 3 പേരോട് കൂടെ കൂടെ പറയാൻ ഓർമ്മിപ്പിക്കാനുള്ള ഭാഗം അതാണ്. और मैं अपने बच्चों को ये बार बार याद दिलाता हूँ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. कि हम यीशु मसीह के सिवाय कुछ नहीं कर पाएंगे, കർത്താവിനെ കൂടാതെ, प्रभु को छोड़कर, അവന്റെ കൃപ കൂടാതെ, उनके अनुग्रह को छोड़कर, അവന്റെ സഹായം കൂടാതെ, उनके मदद को छोड़कर, കർത്താവിന്റെ കരം കൂടാതെ, उनके हाथ के बिना, കർത്താവിന്റെ മനസ്സ് കൂടാതെ उनके मन के बिना ഒന്നും സാധിക്കില്ല. हम कुछ नहीं कर पाएंगे। കർത്താവ് അനുകൂലമാണെങ്കിലോ, यदि प्रभु अनुकूल है, കർത്താവിന്റെ കുടുംബത്തിന് അനുകൂലമായാൽ, यदि प्रभु तुम्हारे साथ നിന്റെ है, കുടുംബത്തിന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായാൽ, और यदि वो तुम्हारे साथ है, तुम्हारे परिवार के साथ है तो, ആത്മീയ ഭൗതിക തലമുറയുടെ ഭാവിപരമായ കാര്യത്തിന് കർത്താവ് അനുകൂലമായാൽ, यदि तुम्हारे आत्मिक भौतिक बातों के लिए तुम्हारे साथ है तो, ഒരു ശക്തിക്ക് പ്രതികൂലമായി നിൽക്കാൻ പറ്റില്ല, कोई सामर्थ तुम्हारे खिलाफ नहीं ഒരു रुकेगा, വ്യക്തിക്കും പ്രതികൂലമായി നിൽക്കാൻ പറ്റില്ല, और जो सामर्थ तुम्हारे सामने उठते हैं वे रुक नहीं पाएंगे, ഒരു ദേശത്തിന് പ്രതികൂലമായി നിൽക്കാൻ പറ്റില്ല. कोई देश तुम्हारे खिलाफ नहीं रुकेगा, എന്നാൽ കാര്യം സാധിക്കത്തുമില്ല. और यदि रुकते हैं तो वो अपनी बातों को पूरा भी नहीं कर पाएंगे। കാരണമെന്ത്? क्यों? സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും പ്രാപിച്ചവൻ ലഭിച്ചവൻ നിനക്കും എനിക്കും അനുകൂലമാണ്. क्योंकि स्वर्ग और पृथ्वी में जिसका अधिकार है वो हमारे ഈ साथ है। ദിവസങ്ങളിൽ और इन दिनों में പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കളുടെ കുടുംബങ്ങളുടെ മേൽ प्रार्थना करते हुए जो लोग इंतजार कर रहे हैं, കർത്താവിൻ നാമത്തിൽ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. प्रभु के नाम से कुछ हो नहीं पाए, കർത്താവിൻ നാമത്തിൽ ചിലത് നടക്കാൻ പോകുകയാണ്. प्रभु के नाम से कुछ हो नहीं पाए, കർത്താവിൻ നാമത്തിൽ ചിലത് തുറക്കാൻ പോകുകയാണ്. प्रभु के नाम से कुछ खुल नहीं पाए, കർത്താവിൻ നാമത്തിൽ ചില കല്ലുകൾ മാറാൻ പോകുകയാണ്. यीशु मसीह के नाम से कुछ चट्टान हट नहीं पाए, കെട്ടുകൾ അഴിയാൻ പോകുകയാണ്. कुछ बांध खुल नहीं पाए, കർത്താവിൻ നാമത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ कुछ പോകുകയാണ്. चमत्कार हो नहीं पाए। നാളുകളായി വർഷങ്ങളായി ശത്രു തടഞ്ഞു കെട്ടിവെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ആത്മീയ ഭൗതിക ഭാവിപരമായ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ നാമത്തിൽ ചില നീക്കുപോക്കുകൾ ഈ നാളുകളിൽ സംഭവിക്കാൻ പോകുകയാണ്. शैतान ने सालों साल जो छुटकारे को रोक कर रखा है, इन दिनों यीशु मसीह के नाम से वो खुल कर आने നീ पाए। വിശ്വാസത്താൽ അത് ഏറ്റെടുക്കണം. विश्वास के साथ अब നീ स्वीकार വിശ്വാസത്താൽ करें, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. विश्वास के साथ നീ प्रार्थना करें, വിശ്വാസത്താൽ മടുത്തുപോകാതെ ജാഗരിച്ചുകൊണ്ടിരിക്കുക. इंतजार करें। ഗ്രാമം എതിരാണെങ്കിലും गांव खिलाफ है तो भी, അയച്ചവൻ അനുകൂലമാണ്. जो तुम्हें भेजा है तुम्हारे साथ है। ദേശം എതിരാണെങ്കിലും यदि देश खिलाफ है, വിളിച്ചവൻ അനുകൂലമാണ്. जिन्होंने बुलाया वो तुम्हारे साथ है। ജനം എതിരാണെങ്കിലും यदि लोग तुम्हारे खिलाफ है, അഭിഷേകം ചെയ്തവൻ നിയോഗിച്ചവൻ അനുകൂലമാണ്. अभिषेक करने वाला और तुम्हें प्रेरणा देकर भेजने वाला तुम्हारे साथ है। നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും तुम्हारे सामने जो गांव है वहां चले जाइए, എതിരെയുള്ള ഗ്രാമത്തിൽ കർത്താവിന് ആവശ്യമുള്ളതുണ്ട്. क्योंकि सामने जो गांव है वहां पर प्रभु के लिए कुछ चीजें हैं। എതിരെയുള്ള ഗ്രാമത്തിൽ കർത്താവിന് വാഹനമേറേണ്ടതുണ്ട്.
तुम्हारे खिलाफ Yes. जो गांव रुका हुआ है वहां पर प्रभु के लिए सवार होने लायक कुछ गधे हैं എതിരെയുള്ള ഗ്രാമത്തിൽ ആരാധിക്കേണ്ടതുണ്ട്. और वहां पर आराधना है എതിരെയുള്ള ഗ്രാമത്തിൽ യെരൂശലേമിലെ ആലയത്തിൽ വരേണ്ടതുണ്ട്. यरूशलेम के मंदिर में आने लायक कुछ बातें सामने के गांव में है എതിരെയുള്ള ഗ്രാമത്തിൽ അപ്പോസ്തോലിക വസ്ത്രം പുതയ്ക്കേണ്ടത്, അപ്പോസ്തല ഉപദേശം ഏറ്റെടുക്കേണ്ടതുണ്ട്. और प्रेरितों का उपदेश स्वीकार करने लायक कुछ व्यक्ति सामने वाले गांव में है എതിരെയുള്ള ഗ്രാമത്തിൽ വിരിക്കപ്പെട്ട വസ്ത്രത്തിന്റെ മീതെ കൂടെ വേർപാടിലൂടെ വിശുദ്ധിയിലൂടെ ദൈവത്തെ സേവിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട്. और कपड़े जो बिछाए गए हैं जो अलगदाई को दिखाता है अलगदाई के ऊपर चलकर आने लायक कुछ बातें सामने वाले गांव में है ദാവീദുപുത്രന് ഹോശന്ന പാടുന്ന രാജാതി രാജാവിന്റെ ആരാധനക്കാരുടെ മധ്യത്തിൽ രാജകീയ ആ ആരവത്തിന്റെ മധ്യത്തിൽ രാജകോലാഹലത്തിന്റെ മധ്യത്തിൽ വന്ന് സന്തോഷം അനുഭവിക്കേണ്ടത് എതിരെയുള്ള ഗ്രാമത്തിൽ ഉണ്ട്. परमेश्वर के पुत्र दाऊद के पुत्र को गीत गाने के समान सामने उनके सामने चलते हुए उन्हें लेकर जाने लायक कुछ बातें सामने वाले गांव में है ഇന്ന് പകൽക്കാലം എതിരെയുള്ള ഗ്രാമം കണ്ട് പേടിക്കരുത്. इसलिए सामने में जो गांव है उसे देखकर घबराए नहीं രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന വർദ്ധിപ്പിച്ചോണം. इस राष्ट्र के लिए आप प्रार्थना करते रहे ഓരോ സംസ്ഥാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന വർദ്ധിപ്പിച്ചോണം. एक एक राज्यों के लिए अपनी प्रार्थना को बढ़ाते जाए ഓരോ പട്ടണത്തിനും ഗ്രാമത്തിനും ഗോത്ര മേഖലയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥന വർദ്ധിപ്പിച്ചോണം. एक एक जिले के लिए एक एक कस्बे के लिए एक एक नगर के लिए आप प्रार्थना करते സകല रहे ജാതി മത ഭേദമില്ലാതെ സകല മനുഷ്യവർഗത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന വർദ്ധിപ്പിച്ചോണം. सारे धर्मों के लिए आपकी प्रार्थना को आप बढ़ाइए മാനുഷിക നിലയിൽ അതെല്ലാം നമുക്കെതിരാണ്. और मानुषिक रीति में ये सारे हमारे खिलाफ लगेंगे രാജ്യമെതിരാ, ये राष्ट्र खिलाफ है ഭരിക്കുന്നവരെതിരാ, जो सरकार है खिलाफ है നിയമങ്ങൾ എതിരാ, और सारे नियम खिलाफ है ജനം എതിരാ. लोग खिलाफ है എങ്കിലും ഒരു സത്യം അറിഞ്ഞുകൊള്ളണം, लेकिन एक सच्चाइयों को जान लेना കർത്താവിന് പ്രയോജനമുള്ളത് ഉപയോഗമുള്ളത് അവിടെ ഉണ്ട്. प्रभु के लिए जो उपयोगी ठहरने वाला है वो वहां पर है അവ പട്ടണത്തിലുണ്ട്, वो उस गांव में है അതാ ഗ്രാമത്തിൽ, അതാ ഗോത്ര മേഖലയിൽ, ആദിവാസി മേഖലയിൽ അതുണ്ട്. वो उस गांव में है वो उस जाति में है वो उस गोत्र में है അതാ ജാതി ഭാഷയുടെ നടുവിൽ അതുണ്ട്. वो उस भाषा के बीच में है അതിനെ അഴിച്ചു കൊണ്ടുവരണം. उसे खोल कर लेके आइए അഴിച്ചു കൊണ്ടുവരുന്ന ശുശ്രൂഷ മഹത്വമേറിയതാണ്. खोल कर आजाद करने की सेवकाई वो महिमामय है കെട്ടിയിടാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന, സ്വാതന്ത്ര്യമായി നിൽക്കുന്ന ഒരു കഴുതയെ ഇങ്ങോട്ട് തള്ളി തള്ളി കൊണ്ടുവരുന്നത് പോലല്ല, കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെ കൊണ്ടുവരാൻ ഒരു ഇച്ചിരി ബന്ധപ്പാടുള്ള കാര്യമാണ്. एक आजाद गधा जिसको कोई बांध कर नहीं रखा है उसे धक्का देकर लेकर आना और जो बांध कर रखा हुआ है और बंधन में है उसे खोलकर आजाद करने में बहुत अंतर है ശുഡമനഹസ്തര പ്രാർത്ഥന, സാധാ പ്രാർത്ഥനയുണ്ട്, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. और प्रार्थना साधारण प्रार्थना भी है और आत्मा में लड़ते हुए प्रार्थना का भी महत्व है अंतर है ഇന്ന് പകൽക്കാലം ഒന്നിലധികം ആത്മാക്കളോട് ദൈവാത്മാവ് പറയുകയാണ്, और परमेश्वर एक से अधिक लोगों से आज बात कर रहा है നിനക്കുള്ളതിന് വേണ്ടി तुम्हारे लिए ഒരു സാധാ പ്രാർത്ഥനയല്ല, एक साधारण प्रार्थना नहीं നീ കെട്ടഴിക്കുന്ന പ്രാർത്ഥന തന്നെ നടത്തണം. तुम्हें आजाद करने वाली प्रार्थनाओं को करना ശത്രു കെട്ടിയിരിക്കുന്ന കെട്ടഴിയണം. और शैतान ने जो बांध रखा है उसे खोलना ആത്മാവിൽ പോരാടുക, और आत्मा में लड़ते जाइए ആത്മാവിൽ പ്രാർത്ഥിക്കുക. आत्मा में प्रार्थना ഒരു करें സാധാ ഒഴുക്കം പ്രാർത്ഥനയല്ല, यूं ही एक प्रार्थना ഒരു नहीं സാധാ ആരാധനയല്ല. यूं ही प्रार्थना नहीं ഞാൻ आराधना नहीं ദൈവമക്കളോട് ഒരു സത്യം പറയട്ടെ, मैं आपको एक सच्चाई बताना चाहता हूँ COVID-19 എന്ന രോഗം അതിന്റെ അണുക്കള് कोविड-19 उसकी बीमारी उसके अणु ആരാധനാ ഹാളിൽ ആരാധനാ സ്ഥലത്ത് വരാതെ നമ്മളെ തടഞ്ഞതേ ഉള്ളൂ. वो हमें आराधना के लिए इस आराधनालय में लेकर आने से रोक दिया അതുകൊണ്ട് നമുക്ക് വരാൻ കഴിയുന്നില്ല. इसीलिए हम आ नहीं पा रहे हैं നമ്മുടെ യാത്രയെ തടഞ്ഞു. हमारे यात्राओं में പക്ഷേ रुकावट डाल दिया COVID-19 നമ്മുടെ ആരാധനയെ തടഞ്ഞിട്ടില്ല, उसने लेकिन ये कोविड हमारी आराधना को नहीं रोका നമ്മുടെ है പ്രാർത്ഥനയെ തടഞ്ഞിട്ടില്ല. हमारे प्रार्थना को नहीं रोका है ആരാധനാ ഹാളിൽ വന്നെങ്കിലേ നിനക്ക് അന്യഭാഷ വരുത്തുള്ളൂ. आराधनालय में आने के बाद ही अन्य भाषा बोल पाएंगे ऐसा है क्या ആരാധനാ ഹാളിൽ വന്നെങ്കിലേ നിനക്ക് കയ്യടി വരുത്തുള്ളൂ. आराधनालय में आने के बाद ही मैं ताली बजा पाऊंगा ऐसा है क्या ആരാധനാ ഹാളിൽ വന്നെങ്കിലേ നിനക്ക് ശബ്ദം ഉണ്ടാകത്തുള്ളൂ. आराधना में आने के बाद ही मेरी आवाज उठेगी ऐसा है क्या ആരാധനാ ഹാളിൽ വന്നെങ്കിലേ നിനക്ക് ഗ്ലോറിയും പ്രൈസ് ദി ലോർഡും വരുത്തുള്ളൂ. आराधनालय में आने के बाद ही हम प्रेज लॉर्ड कह पाएंगे ऐसा है क्या നീ തന്നെ ഒരു ആലയമല്ലേ,
आप ही एक मंदिर हो, നീ തന്നെ ദൈവത്തിന്റെ മന്ദിരമല്ലേ? तुम परमेश्वर के आलय हो നീയിലല്ലയോ ദൈവാത്മാ വസിക്കുന്നത്? और पवित्र आत्मा तुम्हारे अंदर रहता നീ है। പാർക്കുന്ന ഭവനം ഒരു ആലയമാകണ്ടേ? तुम्हारा भवन एक मंदिर बन जाए। അതോ പരിസരവാസികളായ റൂംകാര് വീട്ടുകാര് നിന്റെ കൈയടി കേൾക്കരുത്, നിന്റെ അന്യഭാഷ കേൾക്കരുത്, നിന്റെ പാട്ട് ശബ്ദം കേൾക്കരുതെന്നുള്ള പരിസരവാസികളെയുള്ള പേടിയാണോ നിനക്ക്? या फिर आप अपने पड़ोसियों से डरते हो, അടുത്ത റൂമുകാരെ പേടിച്ചാണോ നീ മിണ്ടാതിരിക്കുന്നേ? या फिर आप उस प्रकार आप कह रहे हो। പ്രീസലോ, ദൈവത്തോട് പറയട്ടെ, നിന്റെ അന്യഭാഷ അടുത്ത റൂമുകാര് കേൾക്കണം. तो आपकी अन्य भाषा सारे लोग सुनने നിന്റെ पाए, കൈയടി പാട്ട് പ്രൈസ്തലോട് ഹല്ലേലൂയ അടുത്ത വീട്ടുകാര് കേൾക്കണം. वो तुम्हारे साथी घर सुनने पाए। യെരൂശലേമിൽ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് കൈയടിയും അന്യഭാഷയും പാട്ടും ഉയർന്നത് കൊണ്ടാണ് യെരൂശലേമിലെ ആലയത്തിൽ ആമി വന്ന 18 ഭാഷക്കാർ അത് കേട്ട് ഓടി വരുവാനിടയായത്. और क्योंकि मरकज के कमरे में ताली और अन्य भाषाओं की आवाज उठने लगा, हालेलुया। इसलिए दूसरे जाति उस दिन यीशु मसीह को जान पाए। നിങ്ങൾ ഇരിക്കുന്ന ഭവനാന്തരീക്ഷങ്ങൾ ആരാധനാ സ്ഥലമായി മാറണം. और आपका घर आराधनालय का एक जगह बन जाए। ആത്മാവ് കെട്ടിടത്തിലല്ല, ആത്മാവ് നിന്നിലാണ്. आत्मा जो है इमारत में नहीं तुम्हारे अंदर रहता है। കൃപ കെട്ടിടത്തിലല്ല, കൃപ നിന്നിലാണ്. कृपा और अनुग्रह कोई दीवार में नहीं, कोई इमारत में नहीं, लेकिन तुम्हारे अंदर रहता है। കെട്ടിടമല്ല അന്യഭാഷ പറയുന്നത്, നീ അന്യഭാഷ പറയുന്നത്. इमारत अन्य भाषा में बात नहीं करता है, आप बात करते हो। കെട്ടിടമല്ല കൈയടിക്കുന്നത്, നീയാ കൈയടിക്കുന്നത്. इमारत ताली नहीं बजाते हैं, आप ताली बजाते हो। എന്തിനാ കെട്ടഴിച്ചു കൊണ്ടുവന്നത്? आपको आजाद क्यों किया? അവനെ ആരാധിക്കാനാ. आराधना के लिए। 30 സങ്കീർത്തനം എന്ത് പറയുന്നു? और 30 भजन क्या कहता है? എന്റെ രട്ട് നീ അഴിച്ചു, और तुमने मेरी टाट को खोल എന്റെ दिया സന്തോഷം ഉടുപ്പിച്ചു. और मुझे आनंद पहना दिया। എന്തിന്? क्यों? ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടുവാൻ. कि मैं शांत ना बैठकर तुम्हारी गीत गाता रहूं। ഞാൻ മൗനമായിരിക്കത്തില്ല, मैं चुप नहीं रहूंगा, ഞാൻ മൗനമായിരിക്കത്തില്ല. मैं चुप नहीं रहूंगा। ഒരു കർത്തൃപകൽക്കാലം കിട്ടിയാൽ और यदि एक सुबह आपको मिलता है तो കോവിഡ് രോഗനിമിത്തം ആരാധനാകാളി വരാൻ യാത്രാ സൗകര്യമില്ലാത്തതുകൊണ്ട് കഴിയുന്നില്ല. और यात्रा नहीं है इसलिए हम मंदिर में आ नहीं पा रहे हैं ഭവനാന്തരീക്ഷങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. और हम अपने भवनों में बैठे हुए हैं। ഞാനും നീ ശുശ്രൂഷ ചെയ്യുന്നതും കുടുംബമായി ആരാധിക്കുന്നതും ഞങ്ങളുടെ ഭവനാന്തരീക്ഷം തീരുന്നതുകൊണ്ട് തന്നെയാണ്. मैं और आप अपने परिवार में भवनों में बैठकर आराधना कर रहे हैं। ദൈവത്തെ ആരാധനാകാളി ചർച്ചിന്റെ ആരാധനാകാളി ഇരിക്കുമ്പോഴുള്ള അതേ ശബ്ദം, അതേ അന്യഭാഷ കയ്യടി, അതേ ശബ്ദം, അതേ വോയിസ് എന്റെ ഭവനാന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോഴും കുടുംബമായി ഞങ്ങൾക്കുണ്ട്. और आराधनालय में जो आवाज है वही हमारे परिवार में भी है, അതിനൊരു മാറ്റമില്ല. उसमें फर्क नहीं है। സ്ഥലം മാറിയെന്നേ ഉള്ളൂ, जगह बदल गया है പക്ഷെ കൃപ മാറിയില്ല, लेकिन अनुग्रह नहीं बदला है, അഭിഷേകം മാറിയില്ല, अभिषेक नहीं बदला है, ആത്മാവ് മാറിയില്ല, आत्मा नहीं बदला है ദൈവമായുള്ള ബന്ധം മാറിയില്ല. और रिश्ता नहीं बदला है। അവരവരുടെ ഭവനാന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ और इसीलिए आप अपने भवन में जब हो, നീ മൗനമായി ഇരിക്കരുത്. आप शांत ना रहिए। സഹോദരന്മാരോട് എല്ലാവരോട് പറയാണ്, मैं सारे भाइयों से कहना चाहता ചില हूँ, സഹോദരിമാരോട് പറയാണ്, सारे बहनों से कहना चाहता നിന്റെ हूँ, ഭവനാന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോ നീ മൗനമായി ഇരിക്കരുത്, आप अपने घरों में केवल चुप ना रहिए, വായടച്ചിരിക്കരുത്. केवल मुंह बंद करके ना बैठिए। പരിസരവാസികൾ കേൾക്കട്ടെ സ്തോത്രം, आपके पड़ोसी आपकी आराधना सुनने അവർ पाए, കേൾക്കട്ടെ, അന്യഭാഷയും പാട്ടും ആരാധന അവർ കേൾക്കട്ടെ. अन्य भाषा और आपका गीत सुनने पाए। നിന്റെ രട്ടഴിച്ചത് എന്തിന്? तुम्हारा ठाट को क्यों खोला? നിന്നെ സന്തോഷം ഉടിപ്പിച്ചത് എന്തിന്? तुम्हें आनंद से परिपूर्ण क्यों किया? നീ മൗനമായിരിക്കാതെ സ്തുതി പാടുവാനാണ്. शांत ना बैठते हुए परमेश्वर की स्तुति करने के लिए। നിങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർക്കറിയാം. और आप पेंतकोस्त वाले नहीं है, भले ही आप ना कहे लेकिन पड़ोसी जानेंगे। മിണ്ടാതിരുന്ന് രക്ഷപ്പെടാമെന്ന് ഒരുത്തരും പത്രോസിനെ പോലെ വിചാരിക്കണ്ട. और चुप बैठकर हम बच निकलेंगे ये कोई ना सोचे। ശബ്ദമെടുക്കാതിരുന്നാൽ, കൈ അടിക്കാതിരുന്നാൽ, ഉറച്ച അല്ലലിയ പറയാതിരുന്നാൽ ഞങ്ങൾ പെന്തക്കോസ്തുകാരല്ലെന്ന് പരിസരവാസികൾ വിചാരിച്ചോളൂ, ഞങ്ങൾ ആ കൂട്ടൻ അല്ലെന്ന് വിചാരിച്ചോളൂ എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. അവർ പല സൺഡേയിലും കണ്ടത് ആ പുസ്തകം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതും പല ദിവസവും കണ്ടത് ഉപദേശി പുസ്തകം കൊണ്ട് അങ്ങോട്ട് വരുന്നതും ശബ്ദം ഉയർന്നിട്ടുള്ളവർക്കറിയാം. പത്രോസിനെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ പറഞ്ഞ പോലെ പറയും, നീയും ആ കൂട്ടത്തിലുള്ളതാണ്. और कई रविवार को हमारे पड़ोसियों ने देखा है, पुस्तक निकालकर हम परमेश्वर की आराधना के लिए जा रहे हैं और मुझे भी देखे हैं आप लोगों के घर में आकर आराधना में शामिल हुए हैं। इसलिए अब हम बंद है, इसलिए चुप ना रहे, क्योंकि एक दिन वो सवाल करेंगे तुम भी उस गिनती में थे ना। അങ്ങനെ വല്ല കുറുക്ക് ബുദ്ധി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ലാസ്റ്റ് പിന്നെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ ആ കൂട്ടരെ അറിയുന്നില്ല, ആ പാസ്റ്ററെ, ആ സഭയെ, അങ്ങനെ കൂട്ടത്തെ എനിക്ക് അറിയത്തില്ലെന്ന് പറയാൻ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. और ऐसा कोई चाल
है कि हम इस प्रकार बच निकलेंगे तो कभी नहीं बच पाएंगे, यदि बचना है तो फिर हमें त्यागना ही होगा, ये कहते हुए कि मैं तो उन्हें बिल्कुल नहीं जानता हूं, मैं उनके साथ नहीं हूं। അങ്ങനെ പറഞ്ഞു പോയോ और यदि हमने इस प्रकार कह दिए പിന്നെ മറ്റടുത്ത് നോക്കിയാ മതി. तो फिर कहीं और दिखेंगे, മറ്റവൻ കിടക്കുന്നിടത്ത്, जहां पर कोई और पड़ा हुआ है, പിശാച് കിടക്കുന്നിടത്ത്, जहां पर शैतान पड़ा हुआ है, അന്ത്യക്രിസ്തു കള്ളപ്രവാചകൻ കിടക്കുന്നിടത്ത്, और मसीह विरोधी और झूठा भविष्यवक्ता जहां है वहां पर, ഏറ്റവും പുറത്തുള്ള ഇരുട്ട് ആ സ്ഥലം നോക്കിയാ മതി. और जहां अंधकार है वहां पर पाए जाएंगे। അതുകൊണ്ട് इसीलिए നമ്മുടെ രട്ടഴിച്ചത് എന്തിനാ? हमारे टाट को क्यों खोला, നമ്മുടെ ബന്ധനം അഴിച്ചത് എന്തിനാ? हमें आजाद क्यों किया, നമ്മളെ സന്തോഷം ഉടിപ്പിച്ചത് എന്തിനാ? हमें आनंद क्यों पहनाया, നമ്മൾ മൗനമായിരിക്കാതെ शांत ना रहते हुए യഹോവയ്ക്ക് സ്തുതി പാടുക. प्रभु को स्तुति करने के എത്ര लिए। പേർക്ക് അത് അംഗീകരിക്കാം? कितने लोग स्वीकार कर सकते എത്ര हैं, പേർക്ക് ദൈവത്തെ സ്തുതിക്കാം? कितने लोग स्तुति कर सकते എത്ര हैं, പേർക്ക് സന്തോഷം ദൈവത്തെ മഹത്വപ്പെടുത്താം? कितने लोग परमेश्वर की महिमा ഞാൻ कर सकते हैं। യഹോവയ്ക്ക് സ്തുതി പാടും. मैं प्रभु का स्तुति करूंगा, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. प्रभु को इससे जरूरत എന്റെ है। വാക്കുകൾ ഞാൻ പെട്ടെന്ന് ചുരുക്കുകയാണ്. मैं अपनी बातों को समाप्त करता हूँ। കർത്താവിന് നമ്മളെ ആവശ്യമുള്ളത് കൊണ്ടാ വിടുവിച്ചത്. प्रभु को हमसे जरूरत है, प्रयोजन है, इसीलिए हमें छुड़ाया। ഈ കഴുതയെ കെട്ടിയിട്ടിരുന്നത് എന്തിനാണെന്നും പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. और इस गधे को क्यों बांध कर रखा हुआ था, ये भी ये किताब हमें सिखाता है। പുറപ്പാട് പുസ്തകം 13 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുകയാണ്. और निर्गमन 13 अध्याय हम यहाँ पर पढ़ेंगे। പുറപ്പാട് 13 11 മുതൽ 13 വരെയുള്ള വാക്യം പെട്ടെന്ന് വായിച്ചാട്ട്. 11 മുതൽ 13 വരെ. യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാന്യരുടെ ദേശത്ത് കൊണ്ടുചെന്ന് നിന്നെ കനാന്യരുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെയൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയെയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. യഹോവയ്ക്കുള്ളതാണ്. ആണ് ഒക്കെയും യഹോവയ്ക്കുള്ളതായിരിക്കണം. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്തൊടിച്ചു കളയണം. മതി. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. आशीषित वचन के लिए मैं प्रभु का धन्यवाद करता हूँ। ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചും മൃഗങ്ങളെ സംബന്ധിച്ചും കനാന്യ ദേശത്ത് എത്തിയതിനു ശേഷം പാലിക്കേണ്ട പ്രമാണം ദൈവം മോശയ്ക്ക് കൊടുത്തത്. मूसा द्वारा इस्राएल जब कानान में पहुंचते हैं, वहां पर कौन से नियमों को पालना चाहिए, उन नियमों को यहाँ पर बताया गया है। കനാന്യ നിയമങ്ങളിൽപ്പെട്ട കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം പാലിക്കേണ്ട നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണ് നാം ഇപ്പൊ വായിച്ചു കേട്ടത്. कनान देश में पहुंचने के बाद जिन नियमों का पालन करना चाहिए, उसमें से एक नियम यहाँ पर हम निर्गमन के किताब 13 अध्याय उसके 11 आयत से हमने അവിടെ पढ़ा। എത്തിയതിനു ശേഷം वहां पहुंचने के बाद നിങ്ങൾക്ക് ജനിക്കുന്ന മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെ യഹോവയ്ക്ക് വേണ്ടി മാറ്റണം. वहां पर तुम्हारे लिए जो भी बच्चे जन्म होंगे, उनमें पहलौटा वो प्रभु का है। ആണിനെയൊക്കെയും യഹോവയ്ക്കായി മാറ്റണം. सब नर बच्चे तो यहोवा का है। മൃഗങ്ങളിൽ जानवरों में അതുപോലെ തന്നെ ചെയ്യണം. हमें यही करना है। കഴുതയുടെ കടിഞ്ഞൂലിനെ എനിക്ക് വേണ്ട, യഹോവയ്ക്ക് വേണ്ട. लेकिन गधी का पहलौटों को परमेश्वर पसंद नहीं करता। അതിന് പകരം ഒരാട്ടിൻകുട്ടിയെ തരണം. उसके बदले एक बछड़े को देना, एक मेमने को देना। ആട്ടിൻകുട്ടിയെ കൊടുക്കുന്നില്ലെങ്കിൽ और यदि मेमने को हम नहीं दे पाते हैं, കഴുതയുടെ കഴുത്തൊടിച്ചു കളയണം. तो गधी के बच्चे का सिर या फिर गर्दन हमें तोड़ देना। ഇതാണ് കഴുതയെ സംബന്ധിച്ചുള്ള പ്രമാണം. और ये गधी के बच्चे के संबंध में नियम है। ഇവിടെ യേശു ശിഷ്യന്മാരെ അയക്കുന്ന എതിരെയുള്ള ഗ്രാമത്തിൽ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുകയാണ്. और वो जिस गांव में प्रभु यीशु मसीह ने उन्हें भेजा, उस गांव में एक गधी का बच्चा बांधा हुआ है। യേശു അതുവഴി വരും. യേശുവിന് വാഹനമേറാനാന്നും പറഞ്ഞ് വീട്ടുകാരൻ കെട്ടിയിട്ടതല്ല. यीशु मसीह वहां से आएंगे और यीशु मसीह इस पर सवार होकर चले जाएंगे, ये सोचकर बांधा हुआ नहीं है वो। ആരെങ്കിലും അഴിച്ചുകൊണ്ടുപോയി വളർത്തിക്കോട്ട് എന്ന് വിചാരിച്ച് കെട്ടിയിട്ടതല്ല. और किसी को लेकर जाकर इसे बड़ा करना है तो बड़ा करने दो, ये सोचकर भी नहीं डाला है। അതിന് പകരം ആട്ടിൻകുട്ടിയെ കൊടുക്കാനില്ലാതെ, അല്ലെ ഉണ്ടായിട്ടും കഴുതയ്ക്ക് പകരം ആട്ടിൻകുട്ടിയെ കൊടുക്കാൻ ഉടമസ്ഥന് മനസ്സില്ലാതെ ആ കഴുതയുടെ പെടലി ഒടിച്ചു കളയാൻ അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. इसीलिए नियम के अनुसार उसके गर्दन तोड़कर उसे मारने के लिए वहां पर बांधा था। ആ മരണത്തിന് വിധിക്കപ്പെട്ട് പെടലി ഒടിച്ച് കൊല്ലാൻ വിധിക്കപ്പെട്ട കഴുതയെ യേശു കണ്ടു.
और गर्दन तोड़कर मरवाने के लिए वहां पर डाला हुआ गधी के बच्चे को यीशु मसीह ने देखा। കഴുതയ്ക്ക് ജീവനോടിരിക്കണമെങ്കിൽ പകരം ആട്ടിൻകുട്ടിയെ കൊടുക്കണം. और यदि गधी का बच्चे को जिंदा रखना है तो एक मेमना देना जरूरी है। ഇപ്പൊ ലോകത്തിന്റെ പാപം ചുമക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തുവേശു തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, ആ കഴുതയെ അടിച്ചുകൊണ്ട് വാ, കുഞ്ഞാടായ എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. और यहाँ पर दुनिया के पाप को उठाकर मृत्यु की ओर बढ़ने वाला परमेश्वर का मेमना ये कह रहा है कि उस गधी के बच्चे को लेकर आ, क्योंकि मुझे उससे जरूरत है। ആടിനെ കൊടുത്ത് കഴുതയെ വീണ്ടെടുക്കാം. हम मेमने को देकर गधी के बच्चे को आजाद कर सकते യേശു हैं। എന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഈ കഴുതയെ വീണ്ടെടുക്കുകയാണ്. और यीशु मसीह जो परमेश्वर का मेमना है इस गधी के बच्चे का उद्धार कर रहा है। കഴുത്തൊടിച്ചു കൊല്ലാൻ വിധിക്കപ്പെട്ട് കെട്ടിയിട്ടിരുന്ന കഴുതയെ ദൈവകുഞ്ഞാടായ ക്രിസ്തുവേശു വീണ്ടെടുക്കുകയാണ്. गर्दन मरोड़कर तोड़कर उसे मारने के लिए जिस गधी के बच्चे को वहां पर रखा था उसे यीशु मसीह आजाद कर रहा है। അതാ പറഞ്ഞത്, യേശുവിന് മാത്രമേ, കർത്താവിന് മാത്രമേ ഇതിനെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. और इसीलिए मैंने कहा केवल प्रभु यीशु मसीह इसे आजाद कर ഒരു सकते हैं, മനുഷ്യർക്കും ഇതിനെ വിടുവിക്കാൻ പറ്റില്ല. कोई और उसे आजाद नहीं कर सकता। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് നീ പറയണം. इसीलिए वहां पर लिखा है कि प्रभु को इसका प्रयोजन है ये कहना। നിനക്ക് ആവശ്യമില്ല, तुम्हें इसका प्रयोजन नहीं है, നിന്റെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ആവശ്യമില്ല, तुम्हारे मित्रों को या घर वालों को इससे कोई प्रयोजन नहीं നിന്റെ है, നാട്ടുകാർക്ക് ചർച്ചക്കാർക്ക് അതിനെ ആവശ്യമില്ല. तुम्हारे रिश्तेदारों को इनसे कोई प्रयोजन नहीं പക്ഷേ है। സൃഷ്ടിച്ച സൃഷ്ടാവാൻ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. लेकिन जिस सृष्टिकर्ता ने इसकी सृष्टि की उनको इससे कुछ फायदा है। അതിന് മറുവിലയായ ഒരു ആടിനെ കൊടുത്താൽ മതിയല്ലോ. और उसके बदले में एक मेमना देना जरूरी है। അതിന് മറുവിലയായ ദൈവത്തിന്റെ കുഞ്ഞാട് തന്നെ വന്നിരിക്കുകയാണ്. देखो परमेश्वर का मेमना स्वयं आ गया അതിന് പകരം ദൈവത്തിന്റെ കുഞ്ഞാട് തന്നെ ഇപ്പൊ പറയുന്നു, അതിനെ എനിക്ക് വേണം. और मेमना स्वयं कह रहा है कि मुझे वो चाहिए। ഈ നിലയിലെ കർത്താവ് നമ്മെ വിടുവിച്ചത്. और इस प्रकार हमारा उद्धार हुआ। പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് നമ്മളെ വിധിച്ചതാണ്. पाप का दंड जो मृत्यु है उसके अधीन हमें किया था അതിന് നമ്മളെ കെട്ടിയതാണ്. और हमें उसके लिए बंधा गया था। സംഹാരദൂതൻ, മരണദൂതൻ സമീപെ വന്നതാണ്. और मृत्यु का दूत हमारे सामने आया था, ദൈവം നമ്മളെ വിട്ടുകൊടുത്തില്ല. प्रभु ने हमें नहीं दिया। വെട്ടിക്കളയട്ടെ എന്ന് പലപ്പോഴും അനുവാദം ചോദിച്ചതാണ്. काट दू इस प्रकार कई बार सवाल हुआ, കർത്താവ് നമ്മളെ വിട്ടുകൊടുത്തില്ല. लेकिन परमेश्वर ने हमें नहीं दिया। എന്താ വിട്ടുകൊടുക്കാനേ? क्यों? അവന് നമ്മളെ ആവശ്യമുണ്ട്. प्रभु हमसे प्रयोजन रखता है। അടുത്തും അകലെയുമായി എന്നെ കേൾക്കുന്ന സകല വിശുദ്ധന്മാരോട് ഓർമ്മിപ്പിക്കട്ടെ, मुझे सुनने वाले सारे लोगों को मैं याद दिलाऊं, നമ്മളെ മരണത്തിന് വിട്ടുകൊടുക്കാഞ്ഞത്, हमें मृत्यु के हाथ नहीं दिया, പിശാചിന് വിട്ടുകൊടുക്കാഞ്ഞത്, शैतान को नहीं दिया, അവകാശം പറഞ്ഞ് കെട്ടിയ ശക്തികൾക്കൊന്നും നമ്മളെ വിട്ടുകൊടുക്കാതിരുന്നത്, और अवकाश कहने वाले कोई भी सामर्थ्य को हमें नहीं दिया, സമുദായത്തിനും പാരമ്പര്യത്തിനും പട്ടത്വത്തിനും പൗരോഹിത്യത്തിനും നമ്മളെ വിട്ടുകൊടുക്കാതിരുന്നത് और परंपराओं के हाथों में हमें नहीं दिया, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ്. क्योंकि प्रभु को हमसे कुछ लाभ है കർത്താവിന് നമ്മളെ വേണം. और प्रभु हमें चाहता है। എന്നെ കേൾക്കുന്ന സകല ഭക്തന്മാരുമായുള്ളവരെ, और मुझे सुनने वाले सारे लोगों से मैं ये कहना चाहता हूँ, മരണത്തിന്റെ ശക്തി അനവധി പ്രാവശ്യം നിന്റെ അടുക്ക വന്നതാണ്. मृत्यु का सामर्थ्य अनेक बार आपके पास आया था നിന്നെ രോഗം ബന്ധിച്ചതാണ്. और बीमारियों ने आपको बंधन में डाल दिया था, പലവിധ രോഗശക്തി നിന്നെ കെട്ടിയതാണ്. और विभिन्न बीमारी आप पर अपना कब्जा जमाया था। ഇന്നും ഏതെങ്കിലും രോഗശക്തി നിന്നെ കെട്ടി ബന്ധിച്ചിരിക്കുകയാണ്. और आज भी किसी प्रकार की बीमारी आपको बांध रहा है, അതിൽ കൂടെ നിന്റെ ജീവനെ അപഹരിക്കാൻ ശത്രു അവസരം കാത്തിരിക്കുകയാണ്. और शैतान तुम्हारे जीवन को ले लेने की इंतजार में। എന്നാൽ കർത്താവിനോട് പറയുന്നു, लेकिन प्रभु तुमसे कहता है, മകനെ മകളെ, बेटा बेटी, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. मुझे तुमसे जरूरत है, എനിക്ക് നിന്റെ സന്തതി ആവശ്യമുണ്ട്. और तुम्हारे संतानों से मुझे നിന്റെ जरूरत കുടുംബത്തെ है, എനിക്ക് ആവശ്യമുണ്ട്. तुम्हारे परिवार मुझे चाहिए, അതുകൊണ്ട് ഞാൻ നിന്നെ കെട്ടഴിക്കുകയാണ്. इसलिए मैं तुम्हें आजाद करता ഞാൻ हूँ, നിന്റെ ബന്ധനങ്ങളെ അഴിപ്പിക്കുകയാണ്. मैं तुम्हारे बंधन को खोलता ഞാൻ हूँ, നിന്നെ സൗഖ്യമാക്കുകയാണ്. मैं तुम्हें चंगाई देता ഞാൻ हूँ, നിന്റെ കിടക്ക മാറ്റിവിരിക്കുകയാണ്. मैं तुम्हारे बिस्तर को हटाता हूँ, ഞാൻ നിനക്ക് രോഗശാന്തി ആരോഗ്യം തരികയാണ്. मैं तुम्हें शांति और चंगाई देता ഞാൻ हूँ, നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. मैं तुम्हें उठाता हूँ। എന്തിനാ? क्यों? എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. क्योंकि मुझे तुमसे जरूरत है। നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്? और आप लोग कितने लोग ये जानते हैं कि तुमसे परमेश्वर को जरूरत ഒരു है? ദിവസം ഒരു നേരമെങ്കിലും ചിന്തിക്കാറുണ്ടോ क्या आप ये सोचते हैं കർത്താവിന് എന്നെ ആവശ്യമുണ്ടോ? कि प्रभु मुझसे प्रयोजन रखता है? കർത്താവിന് ആവശ്യമുള്ള ഒരു സഹോദരന, ഒരു സഹോദരിയ, ഒരു തലമുറയാ ഞാനെന്ന്
നിങ്ങൾ ആരെങ്കിലും എത്ര ചിന്തിക്കാറുണ്ടോ? प्रभु को उपयोगी ठहरने लायक एक भाई हूँ, एक बहन हूँ, क्या आप ये सोच पाते हैं? മകൾക്കാതെ ചിന്തിക്കുന്നില്ല, ചിന്തിക്കാൻ ഈ ചിന്ത ദൈവം നിനക്ക് തരികയാണ്. और ये विचार में आपके अंदर डालो. പല അവസ്ഥയിൽ നിന്നും, പല സാഹചര്യത്തിൽ നിന്നും, പല അപകടത്തിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, മരണദൂതനിൽ നിന്നോ, മരണത്തിന്റെ ആയുധത്തിൽ നിന്നോ, മരണത്തിന്റെ രോഗത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് കെട്ടഴിച്ചു കൊണ്ടുവന്നത് കർത്താവിന് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ്. और मृत्यु से बचाकर, पापों से बचाकर इतना लेकर आने वाला परमेश्वर को तुम्हारी जरूरत है. ആവശ്യം നമ്മുടെ മേൽ നിവർത്തിയാകണം. वो जरूरत हमारे जीवन से पूरा ആ होने पाए. ദൈവ ഇഷ്ടം നമ്മുടെ മേൽ നിവർത്തിയാകണം. प्रभु का इच्छा पूरा होने ആ पाए, ദൈവ ഉദ്ദേശം നമ്മുടെ മേൽ നിവർത്തിയാകണം. मकसद पूरा होने पाए. ദൈവത്തിന് ആവശ്യമുള്ളതിനെ മാത്രമേ ദൈവം വിടുവിച്ചിട്ടുള്ളൂ. और प्रभु को जिनसे मकसद है, प्रभु ने उन्हें ही बचाया है. വിടുവിച്ചതെല്ലാം ദൈവത്തിന് ആവശ്യമുള്ളതുമാണ്. और प्रभु ने जिनको उद्धार दिया है, उन सारे ही लोगों से परमेश्वर को मकसद है. ദൈവത്തിന് വേണ്ടാത്തതൊന്നും ഇവിടെ വന്നിട്ടില്ല. और जो परमेश्वर नहीं चाहते हैं वे कोई नहीं आए. ദൈവത്തിന് ഉപയോഗമില്ലാത്തതൊന്നും അവന്റെ ആലയത്തിൽ ഇല്ല. और जो परमेश्वर को उपयोग नहीं है वो मंदिर में नहीं. ദൈവത്തിന്റെ ആലയത്തിലെ സകലവിധ പാത്രങ്ങളെ കൊണ്ടും യജമാനന് ഉപയോഗമുണ്ട്. प्रभु के मंदिर में जो भी पात्र है, मालिक को उसका इस्तेमाल करना. പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്. प्रार्थना तो प्रार्थना से तुम्हारा इस्तेमाल करना चाहता ഉപവാസത്തിന് है. निन्ने ആവശ്യമുണ്ട്. उपवास के लिए, ഇടിവിൽ നിന്നും മതിൽ കെട്ടി കരയാൻ കാവലുകാക്കാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. बीच में खड़े होकर दीवार बांध कर बिछवाई का प्रार्थना करने, ആലയത്തിൽ ആരാധിച്ച് ദൈവമഹത്വം ഷെക്കേന ഇറക്കുവാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. आराधना करते हुए परमेश्वर के मंदिर में महिमा निकाल कर लेकर आने के लिए, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് എതിരെയുള്ള ഗ്രാമങ്ങളിൽ, സ്ഥലങ്ങളിൽ, ഭവനങ്ങളിൽ ചെന്ന് സത്യവചനം പറഞ്ഞ് ചിലതിനെ അഴിച്ചു കൊണ്ടുവരാൻ, രക്ഷയിൽ കൊണ്ടുവരാൻ, സ്നാനത്തിലേക്ക് കൊണ്ടുവരാൻ, ആരാധനയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. उद्धार का वचन सुनाकर लोगों को विश्वास में लेकर आने के लिए परमेश्वर तुम्हारी जरूरत को जानता है. സുവിശേഷം ലോകത്തോട് പ്രസംഗിപ്പാൻ നിന്നെ ആവശ്യമുണ്ട്. और सुसमाचार दुनिया को बताने के लिए, ദൈവജനത്തെ പഠിപ്പിപ്പാൻ നിന്നെ ആവശ്യമുണ്ട്. वचन सिखाने के लिए, ചിലരെ ക്രിസ്തുവിനായി നിത്യതയ്ക്കായി ഒരുക്കുവാൻ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. अनंतता के लिए लोगों को तैयार करने के लिए, കർത്താവിന് വേണ്ടി വഴിയൊരുക്കി കർത്താവിനെ ചുമ്മിക്കൊണ്ട് പോകുവാൻ, യാത്ര പോകാൻ അവനെ ചുമക്കുന്ന ഒരു വാഹനമൃഗമായി കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. प्रभु को ले जाने वाले एक सवारी के रूप में, ദൈവരാജ്യത്തിന്റെ ദൈവസഭയുടെ കെട്ടുപണിക്ക് ആത്മീയ ഭൗതിക രംഗത്ത് കൈത്താങ്ങൽ കൊടുക്കാൻ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. आर्थिक भौतिक रीति से कलीसिया को आगे बढ़ाने के लिए परमेश्वर तुम्हारी जरूरत को रखता है. സർവത്തിനുപരി सबसे बढ़कर ഇവിടുത്തെ സേവനം കഴിഞ്ഞ്, इसके बाद, ഇവിടുത്തെ ഓട്ടം കഴിഞ്ഞ്, इसके दौड़ को पूरा करने के बाद, ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ്, और यहाँ की सेवकाई खत्म होने ഇവിടുത്തെ के बाद, ആരാധന കഴിഞ്ഞ്, आराधना के बाद, ഇവിടുത്തെ ജീവിതവും ആയുസ്സും കഴിഞ്ഞ്, और यहाँ का जीवन और आयु होने के बाद, നിത്യതയിൽ കർത്താവിനോട് കൂടെ അവന്റെ മണവാട്ടിയായിരിക്കാൻ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. और अनंतता में जाकर परमेश्वर के साथ उनका दुल्हन बनने के लिए प्रभु तुम्हारी चाहत को അവന്റെ रखता है. നിർമ്മല കാന്തയായി उनका पवित्र दुल्हन. എന്നെ നിന്നെ കൂടിയിരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. और प्रभु ये चाहता है कि हम उनके साथ बना ആ रहें. സ്വർഗീയ പ്രതിഫലം വാങ്ങിപ്പാൻ കർത്താവ് നമ്മെ ആഗ്രഹിക്കുകയാണ്. और प्रभु चाहता है कि वो प्रतिफल को हम पाए. ചിലർക്ക് ചൂണ്ടുമലയായി നിൽക്കാൻ നിന്നെ വേണം. कुछ लोगों को इशारा देने के लिए प्रभु हमसे चाहत ചിലർക്ക് रखता है. ആമി മാതൃകയായി നിൽക്കാൻ നിന്നെ വേണം. और कुछ लोगों को मार्गदर्शन बनने के लिए प्रभु हमसे ചിലരെ चाहता है. ഉണർത്തുവാൻ ഒരുക്കുവാൻ നിന്നെ വേണം. और प्रभु कुछ लोगों को याद दिलाने के लिए प्रभु तुमसे जरूरत को रखता है. ഏത് ഉപയോഗത്തിന് നിന്നെ ആവശ്യമുണ്ടോ അതിന് നിന്നെ തന്നെ സമർപ്പിച്ചുകൂടാ. और जहाँ कहीं भी तुम्हारा उपयोग हो सकता है वहां समर्पित करें. അതിനാ നിന്നെ കെട്ടഴിച്ചു കൊണ്ടുവന്നത്. और इसीलिए तुम्हें आजाद किया, അതിനാ നിന്നെ പാപത്തിൽ നിന്ന് കൊണ്ടുവന്നത്. और इसीलिए पाप से तुम्हें बचाया, അതിനാ സമുദായത്തിൽ നിന്ന് കൊണ്ടുവന്നത്. और इसीलिए दूसरे परंपरा से तुम्हें लेकर അതിനാ आया है, പാരമ്പര്യത്തിൽ നിന്നും അന്യാരാധനയിൽ നിന്ന് കൊണ്ടുവന്നത്. और विभिन्न प्रकार के आराधना से तुम्हें इसीलिए लेकर आया, അതിന് അന്യ ഉപദേശങ്ങളിൽ നിന്ന് വിഗ്രഹാരാധനയിൽ നിന്നും കൊണ്ടുവന്നത്. അതിനാ और दूसरे प्रकार की आराधना से और मूर्तों के सामने इसीलिए तुम्हें बचाया है, അതിനാ മരണത്തിൽ നിന്ന് പിടിപ്പിച്ചു കൊണ്ടുവന്നത്. इसीलिए मृत्यु से बचाया, അതിനാ രോഗക്കിടക്ക മാറ്റി വിരിച്ചത്. इसीलिए तुम्हारा बीमारी का बिस्तर अलग किया, പകൽക്കാലം അതിനായി സമർപ്പിച്ചു കൊടുക്കാം. इसलिए समर्पित करें. നമ്മുടെ വാക്കുകൾ ചുരുക്കുകയാണ്. वचनों को समाप्त करते ഒരു हैं. വാക്കിരിക്കുന്നിരിപ്പി പ്രാർത്ഥിക്കൂ. आप एक प्रार्थना करें. കർത്താവേ, प्रभु എന്നെ രക്ഷിച്ചതിന്റെ, मुझे उद्धार देने के, എന്നെ കെട്ടഴിച്ചതിന്റെ, मेरे बांध को എന്നെ खोलने के, വിടുവിച്ചതിന്റെ, मुझे आजादी എന്നെ देने के, പേര് ചൊല്ലി വിളിച്ചതിന്റെ, नाम से बुलाने के എന്നെ लिए, അഭിഷേകം ചെയ്ത് നിയോഗിച്ചതിന്റെ अभिषेक करते हुए मुझे चलाने के लिए, അങ്ങയുടെ ഉദ്ദേശമെന്തോ, आपका मकसद जो भी है, അങ്ങയുടെ ഇഷ്ടമെന്തോ, आपका चाहत जो भी അങ്ങയുടെ है, ആവശ്യമെന്തോ और आपका जरूरत जो അത് भी है, എന്റെ മേൽ നിവർത്തിയാക്കണേ.
वो मेरे जीवन में पूरा होने എന്റെ पाए, ആയുസ്സിൽ അത് നിവർത്തിയാക്കണേ. मेरे आयु में पूरा होने എന്റെ पाए, ഈ കാലത്ത് അത് എന്നിൽ നിവർത്തിയാക്കണേ. और मेरी उम्र में ये पूरा होने पाए. അതിനായി എന്നെ സമർപ്പിക്കുന്നു. मैं इसलिए समर्पित करता हूँ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. आइए हम प्रार्थना करें, അതിനായി സമർപ്പിച്ചു കൊടുക്കാം. आइए हम समर्पित ഈ करें. വചനത്താൽ इन वचनों से ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु हमें आशीष ഈ दे. വചനം കേൾക്കുന്ന സകല വിശുദ്ധന്മാരെയും सारे पवित्र लोगों को ദൈവത്തിലും ദൈവത്തിന്റെ കൃപയിലും प्रभु और प्रभु की सेवा में, ദൈവത്തിന്റെ കൃപയുടെ വചനത്തിലും प्रभु के अनुग्रह में ഭരമേൽപ്പിച്ച് समर्पित करते हुए, പ്രാർത്ഥിച്ച് प्रार्थना करते हुए, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. पिता पुत्र और पवित्र आत्मा के नाम से मैं तुम्हें आशीष നിങ്ങൾ देता हूँ. ഒരു അനുഗ്രഹം തന്നെയാകട്ടെ. आप आशीषित बने. യേശു ക്രിസ്തുവിന്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. प्रभु का अनुग्रह आप सभी के साथ रहने पाए. നമുക്ക് आमीन. പ്രാർത്ഥിക്കാം.